ഹായ്, ഞാൻ ലിസിയമ്മ. ഇതൊരു കുറച്ച് പഴയ വീഡിയോ ആണ്, എങ്കിലും ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ചിൽഡ്രൻ സിറ്റി, ദുബായ് ചിൽഡ്രൻ സിറ്റി കുട്ടികൾക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഒരു വിദ്യാഭ്യാസ വിനോദ കേന്ദ്രമാണ്. ഇത് ദുബായ് ക്രീക്ക് പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുടുംബസമേതം നമുക്ക് പോകാൻ ഏറ്റവും മികച്ച ഇടങ്ങളിൽ ഒന്നാണിത്. 2 മുതൽ 15 വയസ്സുകാരായ കുട്ടികൾക്ക് ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം, ബഹിരാകാശം തുടങ്ങിയ വിഷയങ്ങൾ പ്രായോഗികമായി പഠിക്കാൻ ഇവിടെ സാധിക്കും. ഇപ്പോൾ നാം കാണുന്ന ഈ വിഭാഗം നേച്ചർ സെൻറ്റർ, അതായത് ഭൂമിയിലെ ജീവജാലങ്ങളും പ്രകൃതിയുടെ അത്ഭുതങ്ങളും പരിചയപ്പെടുത്തുന്നതാണ്. ഇത് ഒരു അക്വേറിയം അല്ല, ഒരു നമ്മൾ TV സ്ക്രീനിൽ മീൻ ഇങ്ങനെ ഓടുന്നത് കാണുന്നതാണ്. പക്ഷേ അത് നല്ല ഭംഗിയാണ് അത് കാണാൻ. അതൊരു റിയാലിറ്റി, അതായത് ഒറിജിനാലിറ്റി നമുക്ക് തോന്നിക്കും. വെള്ളത്തിൽ കൂടെ ഓടുന്നതാണെന്ന് തന്നെയാണ് അത് തോന്നിക്കുന്നത്. വിവിധ തരം മീനുകൾ, നമുക്ക് കണ്ടിട്ടില്ലാത്ത പല മീനുകളെയും അതിനകത്തൂടെ പരിചയപ്പെടാൻ സാധിക്കും. ഇനി ഇതിനകത്തൂടെ തല വെച്ചാലുണ്ടല്ലോ നല്ല ഫോട്ടോ കിട്ടും. മുഖം കൊണ്ട് വയ്ക്കണം. കൊച്ചു പിള്ളേരും പ്രായമുള്ളവരും ഒക്കെ കൊണ്ട് വയ്ക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് എന്തുവാ ക്രോക്കഡൈൽ പോലെ ഒരു സാധനമാണ്. പിന്നെ ഇത് എട്ടുകാലി. ആദ്യം നമുക്ക് കാണുമ്പോൾ ഒരു ഭയം പോലെ തോന്നിക്കുമായിരുന്നു. പക്ഷേ എങ്കിലും ജീവജാലങ്ങളുടെ എല്ലാം ഓരോ മോഡൽ അവർ കാണിക്കുന്നുണ്ട്. പഴയ മനുഷ്യനും ഒട്ടകവും, ഇതൊരു തരം നരി പോലെ ഒരു സാധനം. അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ഓർമ്മയില്ല. ഇത് കറുത്ത ആടുകൾ ഒരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് അവർ കാണിച്ചിരിക്കുന്നതാണ്. പിന്നെ പാറയിടുക്കുകൾ, ഇനി വിവിധ ഇനം ഇത് കണ്ട ഷെല്ലൊക്കെ ഉണ്ട്. ഇനി വിവിധ ഇനം സംസ്കാരങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫൈൻ്റെ ഫോസിൽ നിന്നാണ്. അവിടെ എല്ലും കഷ്ണങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഒരുപാട് ഏറിയ പോകാനുണ്ട്. ഇത് വളരെ ചുരുക്കി മാത്രം എടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലെ ഈ കുതിരയും കുതിരവണ്ടിയും ഒക്കെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ അത് റിയലാണെന്ന് തോന്നിക്കും. പക്ഷേ അത് ആൾക്കാരൊക്കെ വന്ന് കാണുകയും അതേ തൊട്ട് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടല്ലോ വർക്ക്ഷോപ്പുണ്ട്, സയൻസ് ഷോസ് ഉണ്ട്, പിന്നെ ടോഡ്ലേഴ്സ് ഏരിയ ഉണ്ട്, ചെറുകുട്ടികൾക്ക് കളികളിലൂടെ പഠിക്കാൻ പറ്റിയ ഏരിയ, പിന്നെ മിനി പ്ലാനറ്റോറിയം ഉണ്ട്, കമ്പ്യൂട്ടർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സോണുണ്ട്. വിവിധ തരം ഫുഡ് ഐറ്റംസ് പല രാജ്യങ്ങളിലെ ഇതൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇന്ത്യയുടെ പടം കാണുന്നിടത്ത് സ്പൈസസാണ് ഏറെ വെച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാ രാജ്യങ്ങളിലെയും അവരുടെ ഭക്ഷണ രീതികളല്ലേ അവിടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ അവർ എടുത്ത് കാണിക്കുന്നുണ്ട്. പഴയ കാലത്തെ ചട്ടിയും കലവും ഇനിയുമുണ്ട്. ആന, പണ്ട് രാജാക്കന്മാരെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ഇതൊക്കെയാണെന്ന് തോന്നുന്നു. ഇതൊരു കവിയാണ് കേട്ടോ, പഴയ കാലത്തെ ഒരു കവിയാണ്, അറബ് കവി. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളും ഇത് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പ്ലാനറ്റോറിയം അല്ലല്ലോ, ഡോൾഫിനേറിയത്തോടനുബന്ധിച്ചാണ് ഈ ചിൽഡ്രൻ സിറ്റിയും സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഒരു ദിവസത്തെ മെനക്കേടുണ്ട്. എന്തായാലും രാവിലെ വന്ന് ഡോൾഫിനേറിയം കണ്ടിട്ട് ചിൽഡ്രൻ സിറ്റിയും കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ഇവിടെ ആകും എന്നുള്ളതാണ്. പക്ഷേ ഇനി കുട്ടികൾക്ക് കളിക്കാനുള്ള വിവിധ തരത്തിലുള്ള ഏരിയ ഉണ്ട്. ഇതിപ്പോൾ സ്നേക്ക് ആൻഡ് ലാഡേഴ്സ് അങ്ങോട്ട്. ഇതിനി കമ്പ്യൂട്ടർ ടച്ച് ചെയ്ത് കളിക്കുന്ന ഇതുണ്ട്. ഇനിയും നോക്കിക്കേ, ഇത് ട്രഡീഷണൽ ഡ്രസ്സസ്സാണ്. യമന്, UAE ഉണ്ട്, സൗദി അറേബ്യയുടെ ഉണ്ട്, പാലസ്തീൻ്റെ ഉണ്ട്. എല്ലാത്തിൻ്റെ മോഡൽ അവർ വെച്ചിട്ടുണ്ട്. ഇതിന് സുഡാന്, ഈജിപ്ഷ്യൻ ഡ്രസ്സ്, മിക്കവാറുമൊക്കെ പുരുഷന്മാരുടെ ഡ്രസ്സുകളാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ കുട്ടികളുടെ ഏരിയ ആണിത് ശരിക്കും. ആക്ച്വലി കുട്ടികൾക്ക് അവധിയുള്ള ദിവസം അവരെയും കൊണ്ട് പോയാൽ അവർ വളരെയധികം എൻജോയ് ചെയ്യും എന്നുള്ളതാണ്. അവർക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട്. ആ കളിയിൽ കൂടി അവർക്ക് ഒരുപാട് പഠിക്കാനും കഴിയും. ദ സ്റ്റോറി ടെല്ലർ, അവിടെ നമ്മളൊന്ന് ടച്ച് ചെയ്താൽ മതി, നമുക്ക് കഥ പറഞ്ഞു തരും ഇങ്ങോട്ട്. എനിക്കതൊക്കെ ഒരു പുതിയ അറിവായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ഇതൊക്കെ അറിയാമെങ്കിലും എന്നെ സംബന്ധിച്ച് പല പുതിയ അറിവുകളും ഉണ്ടായിരുന്നു. ഐസ് സ്കേറ്റിങ് ഇതെല്ലാം കമ്പ്യൂട്ടർ വഴിയുള്ളതാണ്. സ്പോർട്സ് എനിക്കത് കുത്തിയിട്ടൊന്നും അറിയത്തൊന്നുമില്ല.
പിള്ളേരൊക്കെ വന്ന് ടച്ച് ചെയ്യുകയും, പക്ഷേ എനിക്കൊരു രസം, എനിക്കത് ഒന്നും മനസ്സിലാക്കാമല്ലോ ഒന്നും കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ, പക്ഷെ ഒന്നും നടന്നില്ല. മാറി മാറി പോവായിരുന്നു. ഇത് കണ്ട പലതരം ഗെയിംസ്, ഇത് നമുക്ക് കമ്പ്യൂട്ടറിൽ തൊട്ട് അല്ലെങ്കിൽ അവിടെ ഇരുന്ന് നമുക്ക് കളിക്കാൻ പറ്റും. പക്ഷേ കുഞ്ഞുങ്ങളിരിക്കുന്ന പോലെ നമുക്കത്രയും ക്ഷമയൊന്നുമില്ല. കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കൂടെ. പിന്നെ ഇങ്ങനെ നടന്നും കണ്ടും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് കണ്ടാണ് ഇതൊന്ന് വീഡിയോ ആക്കിയത്. ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. എന്നെപ്പോലെ കാണാത്ത ഒരുപാട് പേര് കാണും. ആടിനെ കണ്ടോ, എന്തുവാ ഡേറ്റ്സിൻ്റെ മരമാണ്. ഇതിനി സയൻസാണ്, ഇവിടെ ശാസ്ത്ര കാര്യങ്ങളൊക്കെയാണ് ഇനി ഇങ്ങോട്ട് വരുന്നത്. ഇതിൽ കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാം. ഒട്ടകവും ഹോഴ്സും ഒക്കെയാണ്. ബട്ടൺ ഓൺ ചെയ്താൽ മതി. അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും മനസ്സിലാകത്തില്ല. പിന്നെ ബുർജ് ഖലീഫയുടെ മോഡലുണ്ട്. ബുർജ് ഖലീഫ് പിന്നെ പല പല ബിൽഡിങ്സിൻ്റെ മോഡൽസൊക്കെ അവർ വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ നമുക്ക് മനസ്സിലാകും. പിന്നെ നമ്മൾ കണ്ടിങ്ങനെ ഒന്നും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ട് പോവാം. ഡേറ്റ്സ് മരമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്ക് പുറത്തോട്ട് നോക്കിയാൽ നല്ല. ഇതിനകത്ത് തന്നെ ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് സൗകര്യമായിട്ട് എല്ലാ സൗകര്യങ്ങളും അതിനകത്തുണ്ട്. ഈ മോസ്കിൽ ഞങ്ങൾ പോയിരുന്നു. ഇത് ദുബായിലെ ഒരു വലിയ ബിൽഡിങ്ങാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിൽഡിംഗ്. ഇത് മോഡൽ ആണ് ഇവിടെ വെച്ചിരിക്കുന്നതെങ്കിലും ആൾക്കാരേക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ കൂടി. ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ 850 മീറ്റർ ആണല്ലോ ബുർജ് ഖലീഫിൻ്റെ പൊക്കം. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ല, പുറത്തോട്ട് നോക്കിക്കണ്ടോ, അവിടെ സീഷോറാണ്, മാൻമേഡ് ഷോറാണ് ഒക്കെ. ഇനി നമ്മൾ പ്ലാനറ്റോറിയത്തിലേക്കാണ് കിടക്കുന്നത്. അതിനകത്ത് കുറേ ഏറിയ ഉണ്ട് കാണാനും. നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, പ്രാർത്ഥനാ സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കുറേ ആകുമ്പോൾ അങ്ങ് മടുക്കും നടന്ന്. നല്ലതാണ്. എന്താ തല ഇതിലിട്ട് ഫോട്ടോ എടുക്കുന്ന ഡ്രസ്സിൻ്റെ മോഡലിൻ്റെ കൂടെ. ഇനി നമ്മൾ ഹ്യൂമൻ ബോഡി സെക്ഷനിലേക്കാണ് ഇപ്പം വന്നിരിക്കുന്നത്. അത് ഓറൽ ക്യാവിറ്റിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഉണ്ട്. ഇവിടെയും ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷക ഗുണങ്ങളെയൊക്കെ വിവരിക്കുന്ന രീതിയിലുള്ള. കുഞ്ഞുങ്ങൾക്ക് പല കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാൻ പറ്റും. എക്സർസൈസിനുള്ളതുണ്ട്. എക്സ്റേ പോലും ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ കണ്ടിട്ടില്ലാത്തവർക്കത് കണ്ട് മനസ്സിലാക്കാൻ ലങ്സ്, ജോയിൻസ് ഇതൊക്കെ. അതിനിടയ്ക്ക് പ്രായമുള്ളവരും എൻജോയ് ചെയ്യും. പൂത്തിൻ്റെ തലയോ മൂങ്ങയുടെ കണ്ണിൽ കൂടെ നോക്കുന്നു. അതൊക്കെ ഒരു രസമാണ്, സന്തോഷമല്ലേ. ഇതിൻ്റെ പേര് എനിക്ക് പറഞ്ഞുകൂടാ. ഒരുതരം ഉറുമ്പാണെന്ന് തോന്നുന്നില്ലേ, അതോ ആർക്കറിയാം. മൂക്ക്, പലതരത്തിലുള്ള മൂക്ക്. ഇത് കുഞ്ഞുങ്ങൾ കാണുമ്പോൾ അത് നോക്കും, അത് മനസ്സിലാക്കും. നമുക്ക് മണം അറിയാനുള്ളതാണ്, നമുക്ക് ശ്വസന സഹായിയാണ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ മനുഷ്യ ശരീരം അനാട്ടമി ആണ്. ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്കത് തനിയെ ഈ ഓർഗൻസൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടേക്കും നമ്മളത് അടുക്കി ശരിയാക്കി വെക്കുക എന്നുള്ളതാണ്. കറക്റ്റായില്ലെങ്കിൽ അത് ഇൻടാക്റ്റ് ആവത്തില്ലല്ലോ. അങ്ങനെ ഇനിയും ഇത് സ്പേസ് ഏറിയാണ്, സ്പേസ് എക്സ്പ്ലോറേഷൻ. എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങി. ഇനി ഇത് കണ്ടോ, കുഞ്ഞ് ചവിട്ടുന്ന അനുസരിച്ച് ആ അസ്ഥി ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നമുക്കവിടെ കാണാൻ പറ്റും.
നമ്മുടെ ശരീരത്തിൽ 206 ബോൺസ് ആണുള്ളത്. സീ വെൻ യു മൂവ് യുവർ ലെഗ്, അതിൻ്റെ അനുസരിച്ച് ആ കാലം ചെയ്യുന്നുണ്ടോ? ചവിട്ടടാ. തിരിച്ച് ചവിട്ടുമ്പോൾ അത് തിരിച്ച് ചവിട്ടുക. അയ്യോ അത് കൊള്ളാം. അത് എനിക്കൊരു ഭയങ്കര അതിശയമായിട്ടാണ് തോന്നിയത് കേട്ടോ. ഞാനിതൊന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലാത്തവരൊക്കെ ഇത് കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. ഇത് മുഴുവൻ നിങ്ങൾ കാണണം ഈ വീഡിയോ. കാലിയാവട്ടെ. എൻ്റെ സ്പീഡ് എടുക്കുന്നതനുസരിച്ച് രസമല്ലേ? ഇത് കണ്ടോ, ഇൻ്റേണൽ ഓർഗൻസ് നമ്മൾ പുറത്തൂടെ ടച്ച് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണിത്. ഞാൻ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം. ബീയിങ് എ നേഴ്സ്, അത് എനിക്ക് ഇൻ്റേണൽ ഓർഗൻസ് എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് അറിയാവുന്നത് കൊണ്ടാണ്. നമ്മുടെ ടച്ചിങ്ങും മൂവിങ്ങും കറക്റ്റ് അല്ലെങ്കിൽ അത് കറക്റ്റ് പൊസിഷനിൽ വരത്തില്ല, അത് തെറിച്ചങ്ങ് പോവും. കണ്ടോ, അത് മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം ഫോറിനേഴ്സിൻ്റെ മുഖം കിട്ടണ്ട നിങ്ങളുടെ വളരെ കെയർഫുള്ളായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ചില ഏറിയയിൽ ഇങ്ങനെ വരുന്നത്. ഇത് കണ്ടോ, കാല്, നമ്മുടെ ഇന്നോമിനേറ്റ് ബോണുണ്ട്, ബോൾ ആൻഡ് സോക്കറ്റ് ഏരിയ, പിന്നെ അതുപോലെ ഹ്യൂമറസ്, അൾന റേഡിയസ്, അത് കൈവിരലുകളും എല്ലാം കാണാം. അങ്ങനെ ഞങ്ങൾ അതിനകം എല്ലാം കണ്ട് പുറത്തിറങ്ങി ശരിക്കും എൻജോയ് ചെയ്തു. എൻജോയ് എന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങൾ ഞാൻ ഒരുപാട് കണ്ട് മനസ്സിലാക്കി. എന്നെ കൊണ്ടുപോയി കാണിച്ച എൻ്റെ മക്കൾക്ക് വളരെ നന്ദി. അതുപോലെ അവിടെ പോകാൻ പറ്റുമെങ്കിൽ നിങ്ങളും എല്ലാവരും അത് പോയി കാണുക, എൻജോയ് ചെയ്യുക. താങ്ക് യു ഓൾ.